നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാത്രി റോഡില് ആളും അനക്കൊന്നും ഇല്ലാത്ത നേരത്തുള്ള ഈ നടത്തം എന്റെ സ്വപ്നമായിരുന്നു. ആ നടത്തം ഏറെ പ്രിയപ്പെട്ടവന്റെ കൈപിടിച്ചായപ്പോ അതിനിരട്ടി മധുരമായി. എന്നിട്ടാണോ എന്റെ കൂടെ വരാൻ മടിച്ചത്? എന്റെ കൈ പിടിച്ചു നടക്കാൻ കൊതിയാണെന്നൊക്കെ വാചകടിക്കും. പക്ഷെ പാവം എനിക്ക് തൂക്കിയെടുത്തുകൊണ്ട് വരേണ്ടി വന്നു. ചിരിക്കണ്ട. നിന്നെ റോഡ് വരെ പൊക്കിയെടുത്തുകൊണ്ട് എന്റെ നടുവ് വിളിക്കും. കണക്കായിപ്പോയി. ഇതിനെ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ കരുതിയത് എന്തോ വേണ്ടാതീനത്തിന് വിളിക്കുകയാണെന്നാ. വേണ്ടാതീനോ? അതെന്തുവാ? പറഞ്ഞിതി, നീ ഉദ്ദേശിച്ച എന്ത് വേണ്ടാതീനോ? അയ്യടാ, കാര്യം മനസ്സിലായിട്ടും എന്നെ കൊണ്ട് വൃത്തികേട് പറയിപ്പിക്കാനുള്ള അടവ് ഭക്ഷണം. സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞിതി, എന്ത് വൃത്തികേടാ നീ ഉദ്ദേശിച്ചേ? പറ. ഓ ഓ ഓ, ഇപ്പൊ കാര്യം മനസ്സിലായി. നീ ഉദ്ദേശിച്ചത് ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമായിരിക്കും അല്ലേ? ഇത്ര മോശം ചിന്താഗതിയാണ് നിന്റെ മനസ്സിൽ ഞാൻ അറിഞ്ഞല്ലോ. എന്റെ മനസ്സിൽ കള്ളവും കാപട്യൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ നടക്കാൻ വേണ്ടി വിളിച്ചതാ. പക്ഷേ നിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉള്ളതുകൊണ്ടാവാം നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചത്. കൊല്ലുന്നില്ല ഞാൻ വൃത്തിയിട്ടവനെ. ഹലോ പ്രിയതമേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. തമാശയല്ല, ചളി, കൊട്ട ചളി. ആ, ചളിയെങ്കിൽ ചളി. ഒന്ന് നിന്ന് അടിനെ ഒന്ന് കടാക്ഷിക്ക്. നിധി, ഇനി എന്താ പരിപാടി? മനസ്സിലായില്ല. അല്ല, രാത്രി നടക്കുക എന്നുള്ള ആഗ്രഹം സാധിച്ചില്ലേ? അതുപോലെ ഇനി എന്തെങ്കിലും രസകരങ്ങളായ ആഗ്രഹങ്ങളുണ്ടോ? എനിക്കേ ഒച്ചത്തില് കൂവി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൂവാനോ? ആ, തൊണ്ട പൊട്ടും പോലെ കൂവണം. എങ്കിൽ ധൈര്യമായിട്ട് കൂവ്. ആ, പക്ഷേ ഈ ആൾക്കാരൊക്കെ വന്ന് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ പോലെ മെന്റൽ ഹോസ്പിറ്റലിലും ആക്കൂ. രാത്രിയിലോ? വല്ല മാടനോ മറുതിയാണെന്ന് കരുതിക്കോളും. നീ കൂവ്. കൂട്ടെ? കൂവ്. ഇനി എന്താ? എന്താ? നീ പറ. ഞാൻ അമ്മയുടെ റൂമിലേക്ക്, ഗൗതം നമ്മുടെ റൂമിലേക്ക്. നിർബന്ധമാണോ? അങ്ങനല്ലേ വേണ്ടത്? എനിക്ക് നിന്നെ കാണുന്നേ ഉള്ളൂ. വീട്ടുകാർ ഉറപ്പിച്ച മുഹൂർത്തം തെറ്റിക്കാൻ നമ്മളെന്താ വിവരവും വിവേകവും ഇല്ലാത്തവരാണോ? അല്ല. പക്ഷേ നമ്മളെ വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഗൗതം? ഇങ്ങനൊരു കാര്യം നമ്മൾ എതിർത്താ എല്ലാവരും നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിക്കും. വെറുതെ ഈ കൈ പിടിച്ച് കണ്ണും കണ്ണും നോക്കി സ്നേഹിച്ച് നമ്മളൊരു യുഗം വേണമെങ്കിൽ ഇരിക്കുമെന്ന് അവർക്കൊരിക്കലും മനസ്സിലാവില്ല.
ജോത്സ്യൻ കുറിച്ച് മുഹൂർത്തം തെറ്റിച്ചു. ഈ കുടുംബത്തെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? പറ ഗൗതം. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. ഉറക്കം വരാത്തോണ്ട് സംസാരിക്കുന്നത് തെറ്റാണോ? സംസാരിച്ചത് തെറ്റല്ല, പക്ഷെ ഞാൻ വന്നപ്പോ കണ്ട കാഴ്ച വലിയ തെറ്റാണ്. പോട്ടെ ആന്റി, ഇനി മറ്റുള്ളവരെ കൂടെ അറിയിച്ച് നാണം കെടുത്തണ്ട. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഈ കുടുംബം നാണം കെടട്ടെ. എന്താ പ്രശ്നം? ഇവരെ അഴിഞ്ഞാടം വിട്ടിട്ട് ഏട്ടത്തി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു അല്ലേ? ഇവരെന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നായിരിക്കും വസു. കല്യാണം കഴിഞ്ഞ പിള്ളേരല്ലേ, നമ്മൾ എന്തിനാ ഇതിലൊക്കെ തലയിടുന്നേ? ഞാനും ഇത് തന്നെ ഈ ആന്റിയോട് പറഞ്ഞു ആന്റി. ഈ ആന്റി കേൾക്കാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആന്റി? ഈ കുടുംബത്തിന്റെ മരുമകള് തീരെ അടക്കോ ഒതുക്കോ ഇല്ലാത്തവളായതില് എനിക്ക് വിഷമമുണ്ട്. അമ്മ നിധിയെ കുറ്റപ്പെടുത്തണ്ട. ഞാനാ അവളെ പുറത്തേക്ക് വിളിച്ചിറക്കിയത്. നീ ഭാര്യയെ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. നിനക്കും ഉണ്ട് ഒരു അനിയത്തി. ഇവളെ കണ്ടുപിടിച്ച് അവളും വഴിതെറ്റും. ആന്റി നിർത്തീഷോ. ഞാൻ വഴി തെറ്റി സഞ്ചരിക്കുന്ന ആളല്ല. ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് സംസാരിച്ചതില് എന്താ തെറ്റ്? നീ ഇങ്ങനെ പറയൂ. കാരണം അത്ര വൃത്തികെട്ട കുടുംബത്തിൽ നിന്നാണല്ലോ നീ വരുന്നത്. ഞാനും ഗൗതവും ഈ 4 ചുവരുകൾക്കുള്ളിൽ ഡീസന്റായി സംസാരിച്ചതിന്റെ പേരിൽ ആന്റി എന്തിനാ എന്റെ കുടുംബത്തെ കുറ്റം പറയുന്നേ? നിന്റെ കുടുംബം വഴിപിഴച്ചതായതുകൊണ്ട്. ആന്റി എല്ലാ ലിമിറ്റും കടക്കുന്നു. എന്റെ കുടുംബത്തിൽ വഴി പിഴച്ച ആരെയെങ്കിലും ആന്റിക്ക് അറിയാമോ? എങ്കിൽ പറ. നിധിയുടെ കുടുംബത്തിൽ വഴിപിഴച്ച ഒന്നുണ്ട്. പക്ഷെ ആ പേര് വസു പറയില്ലെന്നേ. ചെല്ലും ചെലവും കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്നതിനെ എങ്ങനെ തള്ളിപ്പറയും? ആന്റി, നിധിയുടെ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചഴിച്ചത് മോശമായി പോയി അമ്മ. വളരെ മോശമായി പോയി. അമ്മ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. ഓഹോ, അപ്പൊ നീയും എന്നെ എതിർത്ത് സംസാരിച്ചു തുടങ്ങി. ഇവളുടെ തലേണ മന്ത്രത്തിന്റെ ശക്തി അപാരം തന്നെ. നിന്നെയും കൂടി ഇവള് ചീത്തയാക്കിയല്ലോ. ഞാൻ പ്രായപൂർത്തിയായ ഒരു പുരുഷനാ. എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളുണ്ട്. നിന്റെ അഭിപ്രായമല്ല, ഇവളുടെ അഭിപ്രായമാണ് ഇപ്പൊ നീ പറഞ്ഞത്. സോ വാട്ട്? എന്റെ അഭിപ്രായം രൂപീകരിക്കാൻ എന്നെ സഹായിച്ചത് എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ അവളെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നു. എങ്കിൽ പിന്നെ എല്ലാരും പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗൗതം. മോളെ എല്ലാം തകർന്നു ആന്റി. ഗൗതം വസുവിന്റെ മുമ്പിൽ പ്രതികരിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വസുവിന് ശരിക്കും അടി കിട്ടിയതുപോലെ ആയിപ്പോയി. ഇന്നത്തെ ഈ ഡോസ് അത്യാവശ്യമായിരുന്നു. ഗൗതം പ്രതികരിച്ചതിന് പഴി എനിക്കാ. ആന്റി പറഞ്ഞത് അമ്മ കേട്ടില്ലേ? അതിനെന്താടി, അവൻ പറഞ്ഞത് നിന്നെ കൂടുതൽ ബഹുമാനിക്കുന്നു എന്നല്ലേ? ഭർത്താവിനെ നേർവഴിക്ക് നടത്തിയതിൽ നീ അഭിമാനിക്കല്ലേ വേണ്ടത്? ഒക്കെ ശരിയാ. പക്ഷേ ഇനി ആന്റിക്ക് എന്നോടുള്ള ദേഷ്യം കൂടും. നീ ഒട്ടും വിട്ടുകൊടുക്കണ്ട. പിടിച്ച പിടിയിൽ നമുക്ക് വസുവിനെ നന്നാക്കി എടുക്കാം. ജനലടയ്ക്കണ്ട. എന്നാലല്ലേ കിളിക്ക് രാത്രി വീണ്ടും വന്ന് കൊത്താൻ പറ്റൂ. കിളിയോ? ആ, നേരത്തെ ജനലിൽ മുട്ടുകെട്ടപ്പോ നീ എന്താ പറഞ്ഞത്? കിളി കൊത്തിയതായിരിക്കുന്നു അല്ലേ?